സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ലാസ്റ്റ് വീഡിയോയുടെ അവസാനം നമ്മളെ പമ്പാക്കി ഹൈ ആക്കി നിർത്തി. അടുത്ത ക്ലാസ്സിൽ, അടുത്ത ലെക്ചറിലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. യെസ്, വാല്യൂ ഓഫ് ഷെയർ. എങ്ങനെയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എത്രയാടാ? ആ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ തന്നെയല്ലേ? സോ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഹോക്കിൻ്റെ മെറ്റീരിയലിലെ യൂണിറ്റ് 13 വാല്യുവേഷൻ ഓഫ് ഷെയർ. വളരെ വലിയൊരു ചാപ്റ്ററാണ്, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ ആ ഒരു ഇൻട്രസ്റ്റോട് തന്നെ, ആ ഒരു ഹൈയിൽ തന്നെ ഇരുന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഇൻവെസ്റ്റേഴ്സ് ഡിസൈഡ് ദ മാക്സിമം പ്രൈസ് ദേ വിൽ പേ ബേസ്ഡ് ഓൺ റിക്വയർഡ് റിട്ടേൺ ആൻഡ് റിസ്ക്. ഇൻവെസ്റ്റേഴ്സ് എന്ത് തീരുമാനിക്കും? ഒരു ഷെയറിന് മാക്സിമം എന്ത് പ്രൈസ് തരാമെന്ന് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. കമ്പനീസ് എന്ത് തീരുമാനിക്കും? അവരുടെ ഒരു ഷെയറിന് മിനിമം എന്ത് പ്രൈസ് കിട്ടിയാലാണ് അത് അവർ അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് നോളജ് അല്ലേ. ഇൻവെസ്റ്റേഴ്സ്, ഞാൻ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരുടെ ഷെയറിന് മാക്സിമം ഞാൻ എത്ര പേ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ ഇൻവെസ്റ്റർ ആയിരിക്കും. ആൻഡ് കമ്പനി ആയിരിക്കും തീരുമാനിക്കുക മിനിമം ഇത്രയെങ്കിലും കിട്ടിയാലേ ഞാൻ എൻ്റെ ഷെയർ കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത പറയുന്നു ഇൻട്രിൻസിക് വാല്യൂ. എന്താണത്? തിയററ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ടഡ് അറ്റ് ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന എല്ലാ ക്യാഷ് ഫ്ലോസിനെയും ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുക. അതാണ് ആക്ച്വലി ഒരു കമ്പനിക്ക് ഉണ്ടാവേണ്ട വാല്യൂ. അതാണ് ആക്ച്വലി ഒരു കമ്പനിയുടെ ബോണ്ട് ആയിക്കോട്ടെ, ഷെയർ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഉണ്ടാവേണ്ട ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഇൻട്രിൻസിക് വാല്യൂ ആണ്. കാരണം ഫ്യൂച്ചറിൽ ആ ഒരു ഷെയർ വെച്ച് എത്ര ക്യാഷ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് അതിൻ്റെ ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ. ആൻഡ് അതിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുക. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻവെസ്റ്ററുടെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കണം. ഓക്കെ, ഓക്കെ, കണ്ടോ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന പക്ഷേ എപ്പോഴും എന്താവില്ല, ഇൻട്രിൻസിക് വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. സിംപ്ലി നോക്കടാ, മാർക്കറ്റ് വാല്യൂ 100, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 100, ബട്ട് ഇൻട്രിൻസിക് വാല്യൂ ഒരു 110 ഉണ്ട്. അതായത് ഫ്യൂച്ചറിലുള്ള എല്ലാ ക്യാഷ് ഫ്ലോസും ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 110 വാല്യൂ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഷെയർ പോയി 100-ന് ബൈ ചെയ്യും. അല്ല, 100 വാല്യൂ, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നോക്കിയപ്പോൾ 90 ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരിക്കലും ഞാൻ ബൈ ചെയ്യില്ല. കാരണം വാല്യൂ കുറയാൻ പോവുക. ഇനി സെല്ലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാലും 100 വാല്യൂ ഉള്ള ഒരു ഷെയർ എൻ്റെ കയ്യിലുണ്ട്. ഇൻട്രിൻസിക് വാല്യൂ നോക്കിയപ്പോൾ 110 ആവും. അപ്പം ഞാനത് സെല്ല് ചെയ്യുമോ? ഇല്ല, 110 ആവട്ടെ എന്നിട്ട് സെല്ല് ചെയ്യാം. അല്ല, 100 വാല്യൂ ഉള്ള ഒരു ഷെയർ എൻ്റെ കയ്യിലുണ്ട്, അതെന്താ 90 ആവാൻ പോവുക. ഇൻട്രിൻസിക് വാല്യൂ നോക്കിയപ്പോൾ 90 ആവാൻ പോവുക. അപ്പം ഞാനത് എന്ത് ചെയ്ത് കളയും? സെല്ല് ചെയ്ത് കളയും. കാരണം ഭാവിയിൽ വിറ്റാൽ എനിക്ക് 90 കിട്ടും, ഇപ്പോൾ വിറ്റാൽ 100 കിട്ടും. സോ ഈ ഇൻട്രിൻസിക് വാല്യൂവും കറണ്ട് മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള ഒരു വേരിയേഷനാണ് എന്തിലേക്ക് നീക്കുന്നത്? ഷെയർസ് ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇൻട്രിൻസിക് വാല്യൂ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ, വാല്യുവേഷൻ ഓഫ് ഷെയർ. അതിന് നോക്കിയാൽ കാണാം വാല്യുവേഷൻ മോഡൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ മോഡൽസ് പഠിക്കാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 7 മോഡൽസ്, 7 മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ. ഒരു ഷെയറിൻ്റെ വാല്യൂ 7 മെത്തേഡ്സിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 1 by 1 നോക്കി പോവാം. ആദ്യം പറയുന്നത് സീറോ ഗ്രോത്ത് മോഡൽ. അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ആയിരിക്കും. ആർക്കാടാ? സോറി, കോൺസ്റ്റന്റ് ഗ്രോത്ത് അല്ല, കോൺസ്റ്റന്റ് ഡിവിഡൻഡ് ആയിരിക്കും. എല്ലാ വർഷവും 100 ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് തന്നെ എല്ലാ വർഷവും കിട്ടി പോകുന്നതിനെയാണ് എന്തെന്ന് പറയുക?
കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് എന്ന് പറയുക 0 ഗ്രോത്ത് ആയിരിക്കും. 1% പോലും ഗ്രോത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ ഡിവിഡൻഡ് കിട്ടുന്ന ആർക്കാടാ? പ്രിഫേർഡ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്കാ. പ്രിഫേർഡ് സ്റ്റോക്ക് അവർക്ക് എപ്പോഴും എല്ലാ വർഷവും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു 8%, ഒരു 5% ഒക്കെ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഷെയറിൻ്റെ പ്രിഫേർഡ് സ്റ്റോക്കിൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക? ഈ പറയുന്ന 0 ഗ്രോത്ത് മോഡൽ അഥവാ കോൺസ്റ്റന്റ് ഡിവിഡൻഡ് മോഡൽ യൂസ് ചെയ്യുക. അതിൻ്റെ ഫോർമുല നോക്കിക്കേ. P0 അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻഡ് എത്രയാണോ നമുക്ക് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതെങ്ങനെ ഈ ഫോർമുല വന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട, അത് നമ്മൾ പയ്യെ അടുത്ത കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ഫോർമുലയൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ള ഒറിജിൻ വെച്ച് നമുക്ക് പഠിക്കാം. ഒന്നുമില്ലടാ, ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഇക്വിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഷെയർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ എന്താ? ഡിവിഡൻഡാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ. ഇതല്ലേ കമ്പനിയുടെ കോസ്റ്റ്. ഇപ്പോൾ പറയാണ് 100 രൂപ ഞാൻ ഡിവിഡൻഡ് കൊടുത്തു. എത്ര ക്യാപിറ്റൽ എടുത്തതിനാ? 1000 രൂപ ക്യാപിറ്റൽ എടുത്തതിന്. സോ നമുക്ക് പറയാം 10% ആണ് എൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 1000 രൂപ ക്യാപിറ്റൽ എടുത്തതിന് 100 രൂപ ഞാൻ ഡിവിഡൻഡ് കൊടുക്കേണ്ട വന്നു. സോ ഈ 1000 എന്നുള്ളത് എന്താ? എൻ്റെ ക്യാപിറ്റലിൻ്റെ വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഡിവിഡൻറ്റിനെ നമ്മൾ D0 എന്ന് വിളിക്കും. കറണ്ട് മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ P0 എന്ന് വിളിക്കും. KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു D0 ഡിവൈഡഡ് ബൈ P0. ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരുന്നുണ്ട്? 100 രൂപയുടെ ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരുന്നുണ്ട്? അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ഒരു ഫോർമുലേനെ റിവൈസ് ചെയ്താൽ മതി. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് P0 ആണ്. അപ്പോൾ ഈ P0 ഇങ്ങോട്ടും പോവും, K0 ഇങ്ങോട്ടും വരും. സോ എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇതിനെയാണ് P0 എന്ന് പറയുക. പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റീനെ തന്നെയാണ് നമ്മൾ എന്തെന്നും പറയുക? കമ്പനിയുടെ കോസ്റ്റാണ് ആരുടെ റിട്ടേൺ? ഇൻവെസ്റ്ററിൻ്റെ റിട്ടേൺ എന്നുള്ളത്. ഇൻവെസ്റ്ററുടെ റിട്ടേൺ എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഫോർമുല വരിക. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ R, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഡിവിഡൻഡ് D0 ഡിവൈഡഡ് ബൈ R. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഒരു പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റലാണ്. ആനുവൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ട് 4%. എത്രയാണ് പാർ വാല്യൂ? 25. അതായത് 25ൻ്റെ 4% എന്ന് പറഞ്ഞാൽ $1. 25ൻ്റെ 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. $1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് റിക്വയർ എ 5% റിട്ടേൺ. 6 എന്നുള്ളതും കിട്ടി. 6 എന്നുള്ളത് 5% ആണ്. ഡിവിഡൻഡ് D0 എന്നുള്ളത് $1 ആണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വേണോടാ? വേറെ ഒന്നും നമുക്ക് വേണ്ട. D0 ഡിവൈഡഡ് ബൈ R ആണ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് പേ ചെയ്യുന്നത് 1 ആണ്. 6 എന്നുള്ളത് 0.05 ആണ്. 5% എന്ന് പറയുമ്പോൾ 0.05 ആണ്. എത്ര കിട്ടി? $20. കണ്ടോ? ഇത് തന്നെയാണ് ആൻസർ. P0 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ R, $20. ഇതാണ് ഈ ഒരു പ്രിഫേർഡ് ഷെയറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ പാർ വാല്യൂ എന്ന് പറയുന്നത് 25 ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ $20 ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ്. സീറോ ഗ്രോത്ത് മോഡൽ. ഇതിൽ എന്തൊക്കെ പഠിച്ചൂടാ? ഒന്നുമില്ല. ഇവർക്ക് ആകെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. ആ ഡിവിഡൻഡ് ആണെങ്കിലോ ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. എല്ലാ വർഷവും കിട്ടുന്ന ഡിവിഡൻഡ് വളരെ ഫിക്സ്ഡ് ആയിട്ട് സെയിം ആയിട്ടുള്ള ഡിവിഡൻഡ് ആയിരിക്കും എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുക. സോ അവരുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി? ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ D0 ബൈ R. അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത മെത്തേഡിലേക്ക് പോവാം. അതേ ലോജിക്കുകൾ തന്നെയാണ് വരിക. അതേ ലോജിക്ക്, പക്ഷെ എങ്ങനെ വരും? ഒരു ഗ്രോത്തും കൂടെ വരും. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് അല്ല, ഗ്രോത്തും കൂടെ വരും. ആദ്യത്തെ വർഷം 100 ആണെങ്കിൽ ഒരു
10% ഗ്രോത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വർഷം 110 മൂന്നാമത്തെ വർഷം 121 ഇങ്ങനെ കിട്ടി പോകുന്നതിനെയാണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് 10% എന്നുള്ള കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉള്ള ഡിവിഡൻഡ് എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? D0 ആണ് ആദ്യത്തെ വർഷത്തെ എൻ്റെ ഡിവിഡൻഡ്, അതിൻ്റെ കൂടെ ആ ഗ്രോത്തും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? D1 കിട്ടും. അതായത് നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് കിട്ടും. D0 എന്ന് പറയുന്നത് കറൻറ്റ് ഡിവിഡൻഡാണ്. D0 എന്ന് പറയുന്നത് കറൻറ്റ് ഡിവിഡൻഡാണ്. അതിൻ്റെ കൂടെ ഒരു വർഷത്തെ ഗ്രോത്തും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ D1 കിട്ടും. D1 ആ D1 ഡിവൈഡഡ് ബൈ നമ്മൾ സാധാരണ ചെയ്യാറെന്താ? 6 ചെയ്യാറ് നമ്മുടെ റിട്ടേൺ. ഇവിടെ ഗ്രോത്ത് വരുന്നതുകൊണ്ട് ആ ഗ്രോത്ത് മൈനസ് ചെയ്തേക്കുക. ഗ്രോത്ത് വരുന്നുള്ളത് കൊണ്ട് ഗ്രോത്ത് മൈനസ് ചെയ്തേക്കുക. സോ ഇതായിരിക്കും നിങ്ങളുടെ ഫോർമുല വരിക. നോക്കിയാൽ മനസ്സിലാവും. P0 എന്ന് പറയുന്നതുകൊണ്ട് D1 ഡിവൈഡഡ് ബൈ R മൈനസ് ജി. D1 ഡിവൈഡഡ് ബൈ R മൈനസ് ജി. നിങ്ങൾ നേരത്തെ പഠിച്ച ഫോർമുല വെച്ചാണെങ്കിൽ D0 പ്ലസ് ജി ഡിവൈഡഡ് ബൈ R മൈനസ് ജി എന്ന് എഴുതാം. ഈ D0 പ്ലസ് ജി എന്നുള്ളത് D1 തന്നെയാണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, D1 ഡിവൈഡഡ് ബൈ R പ്ലസ് ജി. ഇവിടെ നോക്കുക, P0 എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ട മാർക്കറ്റ് വാല്യൂ. D1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ്, അടുത്ത വർഷം കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ്. സോ നമ്മുടെ കറണ്ട് ഇയർ ഡിവിഡൻഡ് അല്ലെങ്കിൽ കണ്ടോ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്താൽ മതി? ആ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്താൽ മതി. R എന്നുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, G എന്നുള്ളത് എത്രയാണോ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് അതിനെ സൂചിപ്പിക്കുന്നു. സോ ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കോമൺ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്ന കണ്ടോ, യൂസ്ഡ് ഫോർ കോമൺ സ്റ്റോക്ക്, ഗ്രോയിങ് ഡിവിഡൻസ് ഉള്ള കോമൺ സ്റ്റോക്കിന്. ആദ്യത്തെ നമ്മൾ യൂസ് ചെയ്തത് എന്തിനായിരുന്നു? പ്രിഫേർഡ് സ്റ്റോക്കിനായിരുന്നു യൂസ് ചെയ്തത്. ഇത് നമ്മൾ യൂസ് ചെയ്യുക കോമൺ സ്റ്റോക്കിനാണ്. കോമൺ സ്റ്റോക്കിനാണ് ഡിവിഡൻഡ് വേരി ചെയ്ത് ഗ്രോത്തും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക. സോ കോമൺ ഷെയർ ആണ്. ആനുവൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1.1 ആണ്. 1.1 ആണ് ആനുവൽ ഡിവിഡൻഡ്. എന്താ ഡിവിഡൻഡ് ഗ്രോ ചെയ്യും, 5% ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ D0 ആണ് ഇതെന്നുള്ളത്. D1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ട വരും? പ്ലസ് ഗ്രോത്തും കൂടെ ആഡ് ചെയ്യണം. അതായത് 1.10 പ്ലസ് ഗ്രോത്ത് എത്രയാ? 5% ഗ്രോത്ത് കൂടി ആഡ് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കിക്കടാ. 1.1 പ്ലസ് 5%, 1.155. ഇതാണ് D1. D1 കിട്ടി. 1.155 ആണ് D1 എന്നുള്ളത്. ഇനി നമുക്ക് എന്തും കൂടെ വേണം? ആറും കൂടെ വേണം. ഗ്രോത്ത് ഓൾറെഡി തന്നിട്ടുണ്ട് 5%. 6 നമുക്ക് നോക്കാം. വെൻ ദ ലാസ്റ്റ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഗിവൺ അലോങ് വിത്ത് ആൻ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ദ നെക്സ്റ്റ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ തന്നിട്ടുണ്ട് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. ഇനി നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ എങ്ങനെയാണ് P0 കണ്ടുപിടിക്കുക? D1 വേണം. D1 എന്ന് പറഞ്ഞാൽ D0 പ്ലസ് ഗ്രോത്ത് ഡിവൈഡഡ് ബൈ R മൈനസ് ജി. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. D0 എന്ന് പറയുന്നത് 1.1 ആണ്, പ്ലസ് 5% കൂടെ, പ്ലസ് 5% കൂടെ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1.155 ആണ് D1 ഡിവൈഡഡ് ബൈ R. എത്രയാണ് നമ്മൾ പറഞ്ഞേ? 12%. ഗ്രോത്ത് എത്രയായിരുന്നു? 5% മൈനസ് 5%. സോ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം? 1.155 ഡിവൈഡഡ് ബൈ 7%. 7% ഡിവൈഡഡ് ബൈ 7%, 16.5 എന്ന് കിട്ടും. 16.5 അത് തന്നെയല്ലേ അവർക്കും കിട്ടിയേക്കുന്നത്? യെസ്, കണ്ടോ 16.5. ഗ്രോത്ത് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. നേരത്തെ സാധാ ഗ്രോത്ത് ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും? ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഗ്രോത്തും കൂടെ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് പ്ലസ് ഗ്രോത്ത് ചെയ്യണം, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ഗ്രോത്ത് ചെയ്യണം. മുകളിൽ പ്ലസ് ജി, താഴെ മൈനസ് ജി. മുകളിൽ പ്ലസ് ജി, താഴെ മൈനസ് ജി. സോ ഡിവിഡൻഡ് പ്ലസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ്. സോ D1 എടുക്കുക ഡിവൈഡഡ് ബൈ R മൈനസ് ജിയും കൂടെ ചെയ്യുക. ഇവിടെ ഡിവിഡൻഡ് 1.1 ആയിരുന്നു, 5% ഗ്രോത്ത് ആഡ് ചെയ്തപ്പോൾ 1.155 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ R മൈനസ് ജി. R 12% ആണ്, മൈനസ് ഗ്രോത്ത് ആയിട്ടുള്ള 5% ചെയ്യുക. സോ 7%. 1.155 ബൈ 7% ചെയ്തപ്പോൾ 16.5 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവർ പറയുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 15% ആണെങ്കിൽ എന്ത് സംഭവിച്ചേനെ?
1.155 തന്നെ നിന്നേനെ. D1 എന്നുള്ളത് അങ്ങനെ തന്നെ നിന്നേനെ. R-GO റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15 - 5% എന്ന് പറയുമ്പോൾ 10% ആയനെ. 10% ആയനെ. അതായത് 1.155 ഡിവൈഡഡ് ബൈ 0.1, അതായത് 1.155 ഡിവൈഡഡ് ബൈ 10%. 11.55 എന്ന് വന്നേനെ. 11.55 എന്ന് വന്നേനെ. അതല്ലേ ആൻസർ? അതെ, 11.55 വന്നേനെ. മനസ്സിലായില്ലേ? എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ 2 രീതിയിൽ ഇപ്പോൾ കണ്ടുപിടിച്ചു. പ്രിഫേർഡ് സ്റ്റോക്ക് ആണെങ്കിൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്രിഫേർഡ് സ്റ്റോക്ക് ആണെങ്കിൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തായിരിക്കും ഉണ്ടാവുക? ഡയറക്റ്റ് ഡിവിഡൻഡ് ബൈ റേറ്റ് ചെയ്താൽ മതി, D/R ചെയ്താൽ മതി. ഇനി ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ മുകളിൽ G കൂട്ടണം, താഴെ G കുറയ്ക്കണം. ഡിവിഡൻഡ് പ്ലസ് ഗ്രോത്ത് ഡിവൈഡഡ് ബൈ R മൈനസ് ഗ്രോത്ത്. സോ ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഈ ഒരു വീഡിയോ 7 മെത്തേഡ്സ് ഈ സിംഗിൾ വീഡിയോയിൽ പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോവും. സോ ഈ ഒരു 3rd മെത്തേഡും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബാക്കിയുള്ള 4 മെത്തേഡ്സും കൂടെ നമുക്ക് നോക്കാം. സോ ടോട്ടൽ 7 മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ഷെയറിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, 3ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡും കിട്ടും, ഒരു എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസും കൂടെ കിട്ടും. ഡിവിഡൻഡ് എല്ലാ വർഷവും കിട്ടുന്ന പോലെ കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഷെയർസ് സെല്ല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ആ പ്രൈസും കൂടെ കിട്ടും. കണ്ടോ? യൂസ്ഡ് ഇഫ് ഡിവിഡൻഡ് ഈസ് നോൺ ആൻഡ് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഗിവൺ. സെല്ലിംഗ് പ്രൈസും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ എടാ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്തൊക്കെ ഉണ്ടാവും? ഡിവിഡൻഡ് ഉണ്ടാവും, പ്ലസ് എന്തെങ്കിലും ഉണ്ടാവും, ആ സെല്ലിംഗ് പ്രൈസും കൂടെ ഉണ്ടാവും. നമുക്ക് എത്രയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ ആ സെല്ലിംഗ് പ്രൈസും കൂടെ ഉണ്ടാവും. അതിനെന്ത് കൊടുക്കേണ്ട വരും? 1+R എന്നുള്ള ഒരു റിട്ടേണും കൂടെ കൊടുക്കേണ്ടി വരും. കണ്ടോ? P0 എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ ആണ്. P1 എന്ന് പറയുന്നത് കണ്ടോ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്, എക്സ്പെക്റ്റഡ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഇയർ ഓഫ് 1. അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും എന്നുള്ളൊരു അസംഷൻ്റെ പുറത്താണ് ഈ ഫോർമുല ഉണ്ടാക്കിയത്. ആക്ച്വലി ഏത് വർഷം കഴിയുമ്പോഴാണോ സെല്ല് ചെയ്യേണ്ടത് ആ പ്രൈസ് വേണം എടുക്കാൻ. സോ ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നുണ്ടാവും. കണ്ടോ? നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് ഇയർ ആദ്യം വിറ്റ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് P1 എന്ന് പറയുക. R-ന് ഒരു വ്യത്യാസവും ഇല്ല. ഇത് അധികം ചോദിച്ച് കാണാറില്ല. വളരെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് നോളജ് പർപ്പസിന് മാത്രം അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ഹോക്ക് മെറ്റീരിയൽ നോക്കിയാലും മനസ്സിലാവും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല, എക്സാമ്പിൾസ് പോലും അവർ കൊടുത്തിട്ടില്ല. ജസ്റ്റ് തിയറി പർപ്പസിന് വേണ്ടി അറിഞ്ഞിരിക്കുക. എന്താണ് സംഭവം? ഡിവിഡൻഡും കിട്ടുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ഷെയർസ് സെല്ലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആ ഡിവിഡൻഡും ഉണ്ടാവും. ഒരു വർഷം കഴിയുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫ്യൂച്ചർ സെയിൽസ് വാല്യൂ ഉണ്ടാവും. സോ നമ്മുടെ റിട്ടേൺ ആണ് എപ്പോഴും നമ്മൾ മുകളിൽ എഴുതാറ്. ഡിവിഡൻഡ് പ്ലസ് ഗ്രോത്ത് എഴുതാറുണ്ട്. അതിൻ്റെ കൂടെ ആ സെല്ലിംഗ് പ്രൈസും കൂടെ ആഡ് ചെയ്യുക. അത് P1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡിവൈഡഡ് ബൈ 1+R കൂടെ ചെയ്യുക. ഓക്കെ അല്ലേ? ഇതാണ് 3rd മെത്തേഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും പഠിച്ചാൽ മതി. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക CAPM. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അതിൻ്റെ കൂടെ ഈ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലും കണ്ടോ, DDM മെത്തേഡും കൂടെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലും ചെയ്യാം, അല്ലെങ്കിൽ സീറോ ഗ്രോത്ത് മോഡലും ചെയ്യാം. അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത മെത്തേഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, സോ ഗുഡ് ലക്ക്. എല്ലാവരും നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടു.